മൊബൈലിലെ രണ്ട് പ്രധാനപ്പെട്ട സെറ്റിംഗ്സ്. ഒന്ന്, നമ്മുടെ മൊബൈലിലുള്ള തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഇതെങ്ങനെ ഫ്രീസ് ചെയ്യാൻ സാധിക്കും. ഫ്രീസ് ചെയ്തത് കൊണ്ട് എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ ദോഷങ്ങളുണ്ടോ അതൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് നമുക്ക് കണ്ട് മനസ്സിലാക്കാം. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട സെറ്റിംഗ്സ്, നമ്മളെല്ലാവരും തന്നെ മൊബൈൽ ലോക്ക് ചെയ്തിട്ടിട്ട് പോക്കറ്റിൽ ഇട്ടുകൊണ്ട് അല്ലെങ്കിൽ ബാഗിൽ ഇട്ടുകൊണ്ട് യാത്ര ചെയ്യാറുണ്ട്. എന്നാലും പോക്കറ്റിൽ നിന്ന് അല്ലെങ്കിൽ ബാഗിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഓണായി പോകാറുണ്ട്. ചിലപ്പോൾ കോൾ പോകും, ചിലപ്പോൾ ആപ്ലിക്കേഷൻസ് ഓണാകും. ഇതെങ്ങനെ സംഭവിക്കുന്നു? ഇത് മാറ്റാനും ഒരു പ്രധാനപ്പെട്ട സെറ്റിംഗ്സ് നമ്മുടെ മൊബൈലിനകത്തുണ്ട്. അപ്പോൾ ഈ രണ്ട് സെറ്റിംഗ്സും നിങ്ങളുടെ മൊബൈലിലുണ്ടെങ്കിൽ അതിൻ്റെതായ മാറ്റങ്ങൾ വരുത്തി നിങ്ങൾ ഉപയോഗിക്കുക. ഓരോ മൊബൈലിലും ഓരോ രൂപത്തിലായിരിക്കും സെറ്റിംഗ്സ്. രണ്ട് മോഡൽ മൊബൈലിൽ ഞാൻ ഈ സെറ്റിംഗ്സ് കാണിക്കുന്നുണ്ട്. അപ്പോൾ സമയം കളയാതെ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ റിയൽമിയുടെ മൊബൈൽ എടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ സെറ്റിംഗ്സ് നമുക്ക് ആദ്യം പരിശോധിക്കാം. അതിനായിട്ട് റിയൽമിയുടെ മൊബൈലിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആക്സസിബിലിറ്റി ആൻഡ് കൺവീനിയൻസ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കുറച്ചുകൂടി താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും, പോക്കറ്റ് മിസ്മാച്ച് പ്രിവെൻഷൻ എന്ന ഈ ഒരു ഓപ്ഷൻ. ഇത് ഓഫിലാണെങ്കിൽ ഇതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ മൊബൈൽ ലോക്ക് ചെയ്ത അവസ്ഥയിൽ പോലും പോക്കറ്റിലോ ബാഗിലോ ഇട്ടിട്ട് യാത്ര ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആയി പോകാതിരിക്കാനാണ് ഈ ഒരു സെറ്റിംഗ്സ് ഓൺ ആക്കാൻ വേണ്ടി പറയുന്നത്. ഓക്കെ, ഇനി സാംസങ് മൊബൈലിൽ ഈ സെറ്റിംഗ്സ് എവിടെയാണ് എന്ന് നോക്കാം. ഞാനിപ്പോൾ സാംസങ് മൊബൈൽ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതിൽ മറ്റൊരു രൂപത്തിലാണ് സെറ്റിംഗ്സ് കാണുന്നത്. ഇവിടെ സെറ്റിംഗ്സ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ ആക്സസിബിലിറ്റി കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും മുകളിൽ തന്നെ റെക്കമെൻഡഡ് ഫോർ യു എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ സെറ്റിംഗ്സ് കാണാം. സെറ്റിംഗ്സ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കുറച്ചുകൂടി താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആക്സിഡൻ്റൽ ടച്ച് പ്രൊട്ടക്ഷൻ എന്ന ഈ ഒരു ഓപ്ഷൻ. ഇത് ഓഫിലാണെങ്കിൽ അതൊന്ന് ഓൺ ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെയും നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ആദ്യം പറഞ്ഞ ആ ഒരു സെറ്റിംഗ്സ് നോക്കാം. അതായത് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് എങ്ങനെ നമുക്ക് ഫ്രീസ് ചെയ്യാൻ സാധിക്കും. അതിനായിട്ട് ഞാനിപ്പോൾ റിയൽമിയുടെ മൊബൈലിൽ നേരത്തെ എടുത്ത അതേ ഓപ്ഷനിൽ തന്നെ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ പ്രോസസ് മാനേജർ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തേർഡ് പാർട്ടി ആപ്സ് അതുപോലെ തന്നെ സിസ്റ്റം ആപ്സ് എന്ന രണ്ട് ഓപ്ഷൻ ഉണ്ട്. സിസ്റ്റം ആപ്സ് നമുക്ക് വേണ്ട, നമുക്ക് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് മതി. ഓക്കെ, അതിൽ ഏത് ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് ഫ്രീസ് ചെയ്യേണ്ടത് ആ ആപ്ലിക്കേഷൻ്റെ വലതുവശത്ത് രണ്ട് ഡോട്ട്സ് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എൻഡ് അതുപോലെ തന്നെ ഫ്രീസ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഫ്രീസ് ചെയ്യാം. ഇനി ഫ്രീസ് ചെയ്താൽ എന്തൊക്കെ ഗുണങ്ങളാണ് ദോഷങ്ങളാണ് ഉള്ളത് അത് നമുക്ക് ഇവിടെ തന്നെ കാണാൻ സാധിക്കും. ഇവിടെ ഒരു ഐ ബട്ടൺ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 4 കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇവിടെ ഇംഗ്ലീഷിലാണ് എഴുതിയിട്ടുള്ളത്, പക്ഷേ നമുക്ക് മലയാളത്തിൽ ഇത് വായിക്കാൻ സാധിക്കും. അതിനായിട്ട് നമ്മുടെ ഈ ഒരു ഹോം ബട്ടണിൽ ലോങ് പ്രസ് ചെയ്യുക. അതായത് സർക്കിൾ ടു സെർച്ച്, ഇവിടെ ഇങ്ങനെ അത് റൗണ്ട് ആയി കൊടുക്കുക. നിങ്ങളുടെ മൊബൈലിലും ഈ ഓപ്ഷൻ ഉണ്ടാകും. ഇല്ല എങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇവിടെ തന്നെ സെലക്ട് ടെക്സ്റ്റ് എന്ന ഭാഗം വന്നിട്ടുണ്ടാകും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ട്രാൻസ്ലേറ്റ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഇംഗ്ലീഷ് ആയിരിക്കും ഉണ്ടാകുക. ഇംഗ്ലീഷിൽ നിന്ന് മാറ്റിയിട്ട് നമുക്ക് മലയാളം സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ 4 കാര്യങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. അതിന് താഴെയായിട്ട് അത് തർജ്ജമ ചെയ്തിട്ട് മലയാളത്തിൽ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെ എഴുതിയത് പതിവ് ചോദ്യങ്ങൾ. ഒരു പ്രക്രിയ അവസാനിപ്പിച്ചതിന് ശേഷം എന്ത് സംഭവിക്കും? നിങ്ങളുടെ ഫോൺ സ്റ്റോറേജ് ശൂന്യമാകും. നിങ്ങളുടെ സിസ്റ്റം കൂടുതൽ സുഗമമായി പ്രവർത്തിക്കും. ഓക്കെ, ഇനി രണ്ടാമത്തെ ഗുണം ഇവിടെ എഴുതിയിട്ടുള്ളത്, ഒരു പ്രക്രിയ അവസാനിപ്പിക്കുന്നത് ബാറ്ററി പവർ ലാഭിക്കാൻ സഹായിക്കുമോ എന്ന്. അതെ, ചില അനാവശ്യ പ്രക്രിയകൾ അവസാനിപ്പിക്കുന്നത് നിങ്ങളുടെ ബാറ്ററി ആയുസ് വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ഇനി മൂന്നാമത് ഇവിടെ എഴുതിയിട്ടുള്ളത്, എനിക്ക് സാധാരണയായി ഒരു ഫ്രീസ് ചെയ്ത ആപ്പ് ഉപയോഗിക്കാനാകുമോ എന്ന്. ഹോം സ്ക്രീനിൽ നിന്ന് നിങ്ങൾ എപ്പോഴും ഒരു ഫ്രീസ് ചെയ്ത ആപ്പ് തുറക്കാൻ കഴിയും. ഒരിക്കൽ തുറന്നാൽ അത് യാന്ത്രികമായി അൺഫ്രീസ് ചെയ്യുകയും ചെയ്യും. ഇനി നാലാമത് ഇവിടെ എഴുതിയിട്ടുള്ളത്, ഒരു ആപ്പ് ഫ്രീസ് ചെയ്താൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടാകാം? ഒരു ആപ്പ് ഫ്രീസ് ചെയ്താൽ അതിന് സന്ദേശങ്ങൾ സ്വീകരിക്കാനോ മറ്റ് ആപ്ലിക്കേഷൻ തുറക്കാനോ കഴിഞ്ഞേക്കില്ല. അത്തരം പ്രശ്നങ്ങൾ ഉണ്ടായാൽ ക്രമീകരണങ്ങൾ ബാറ്ററി ആപ്പ് ഫ്രീസർ എന്നതിൽ ആപ്പ് കണ്ടെത്തി അതിൻ്റെ ആപ്പ് ഫ്രീസർ സ്വിച്ച് ഓഫ് ചെയ്യുക എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. അതായത് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ മെസ്സേജുകൾ വരുന്ന ആപ്ലിക്കേഷൻ ഒഴികെ മറ്റുള്ള ആപ്ലിക്കേഷനൊക്കെ ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇനി നമുക്ക് സാംസങ് മൊബൈലിലെ ഈ ഒരു സെറ്റിംഗ്സ് ഏതാണെന്ന് നോക്കാം. അതിൽ സെറ്റിംഗ്സ് വ്യത്യാസമുണ്ട്. സാംസങ് മൊബൈലിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ സെർച്ച് ബാർ ക്ലിക്ക് ചെയ്തിട്ട് സ്ലീപ്പ് എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് കൊടുക്കുക. അപ്പോൾ ഇവിടെ താഴെ നിങ്ങൾക്ക് ഡീപ്പ് സ്ലീപ്പിംഗ് ആപ്സ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഡീപ്പ് സ്ലീപ്പിംഗ് ആപ്സ് എന്ന ഓപ്ഷൻ താഴെ കാണാൻ സാധിക്കും. അത് വീണ്ടും നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷനൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾക്ക് ഏതാണ് ഫ്രീസ് ചെയ്യേണ്ടത്? ഞാനിപ്പോൾ ഒരു 4 എണ്ണം മുകളിൽ ഫ്രീസ് ചെയ്തത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി താഴെയുള്ള സെലക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ മുകളിൽ ഒരു പ്ലസ് ഐക്കൺ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക.
ക്ലിക്ക് ചെയ്തിട്ട് ഏതൊക്കെയാണ് നിങ്ങൾക്ക് ഡീപ്പ് സ്ലീപ്പിംഗ് മോഡിലേക്ക് മാറ്റേണ്ടത് അതൊക്കെ ഇതുപോലെ സെലക്ട് ചെയ്തിട്ട് താഴെ ആഡ് കൊടുത്താൽ മതി. ഓക്കെ, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ ഡീപ്പ് സ്ലീപ്പിംഗ് മോഡിലേക്ക് മാറും. അപ്പോൾ വാട്സാപ്പ് പോലുള്ള സ്ഥിരമായിട്ട് നമുക്ക് മെസ്സേജുകൾ വരുന്ന ആപ്ലിക്കേഷൻ ഒഴികെ മറ്റുള്ള എല്ലാ ആപ്ലിക്കേഷനും ഡീപ്പ് സ്ലീപ്പിംഗ് മോഡിലേക്ക് അല്ലെങ്കിൽ ഫ്രീസ് മോഡിലേക്ക് മാറ്റുന്നത് വളരെയധികം നല്ലതായിരിക്കും. മൊബൈലിൻ്റെ ബാറ്ററി ചാർജ് നമുക്ക് ഒരുപാട് ലാഭിക്കാൻ സാധിക്കും. മൊബൈൽ ഹാങ് ആകുന്നത്, അതുപോലെ തന്നെ മൊബൈൽ ഹീറ്റ് ആകുന്നത്, അതുപോലെ തന്നെ മൊബൈലിൻ്റെ സ്പീഡ് കുറയുന്നത്, അതൊക്കെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. ഓക്കെ, മൊബൈൽ ഉപയോഗിക്കുന്ന എല്ലാവരും തന്നെ ഈ സെറ്റിംഗ്സിൽ അതിൻ്റെതായ മാറ്റങ്ങൾ വരുത്തി ഉപയോഗിക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.